മോനെ? മമ്മി, ഞങ്ങൾ കളിച്ചും രസിച്ചും നല്ല അടിപൊളിയിൽ ടൂർ പോവുകയായിരുന്നു. പെട്ടെന്ന് അനൂപ് സാറിന് ഒരു കോള് വന്നു, ഞങ്ങളുടെ ടൂറൊക്കെ മതിയാക്കി തിരിച്ചു പോകുവാൻ. ആഹാ, അതെന്തിനാ? അതന്നല്ലേ ഞാൻ പറഞ്ഞത്, ആ തള്ളുകാരനാന്ന്. തള്ളല്ല, പള്ള്, പ്രിൻസിപ്പള്. ആ അതന്നെ, അവനിക്ക് പനി ബാധിച്ചിട്ടങ്ങ് സീരിയലായി പോയിക്ക്. ഈ സീരിയല്ല എന്റെ ആന്റി, സീരിയലല്ല, സീരിയസ്. ആ അതന്നെ, അവനിക്ക് പനിച്ചിട്ടങ്ങ് സീരിയസ് ആയി പോയിക്ക്. അതുകൊണ്ട് ടൂറെല്ലാം മതിയാക്കി. നീരാണോ നീരാണോ കൊഴുപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല. ഓനിക്ക് പനി എന്നാ പറയുന്നത് കേട്ടെ. നീരാണോ എന്നല്ല ചോദിച്ചത്, നേരാണോ എന്നാ. ആ മമ്മി, നേരാണ്. പ്രിൻസിപ്പളിന് പനിച്ച് സീരിയസ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ടൂർ നിർത്തിവെച്ചു. നല്ല അടിപൊളി ടൂറായിരുന്നു. എനിക്ക് സങ്കടമാവുന്നു. എന്തിനെന്റെ മോനിക്ക് സങ്കടമാവുന്നത്? സാരമില്ലടാ, നിന്റെ പ്രിൻസിപ്പളിന് പനിച്ചിട്ടല്ലേ. എന്റെ മോൻ വിഷമിക്കണ്ട, നമുക്ക് ഡാഡി നാട്ടിൽ വന്നിട്ട് നമുക്കൊരു ഫാമിലി ടൂർ പോകാമല്ലോ. പോകുമോ? ആടാ, നമുക്ക് പോകാം. എന്താ, നിന്റെ സങ്കടം മാറിയില്ലേ? മാറിയിക്കേ. എന്നിട്ടെന്താ മുഖം ഇങ്ങനെ? ഒന്ന് ചിരിച്ചേ എന്റെ മോൻ. ചിരിക്കേ. ഇതെന്ത് ചിരിയാ? അതന്നെ, ഇതെന്ത് ചിരിയാ? ഡൈക്രൂ, ഇങ്ങോട്ട് നോക്ക്, ഞാൻ കാണിച്ചുതരാം എങ്ങനെയാ ചിരിക്കേണ്ടതെന്ന്. കണ്ടാ, ഇങ്ങനെ വേണം ചിരിക്കുവാൻ, മനസ്സിലായോ? ചിരിക്കുന്നതടക്കം പഠിപ്പിച്ചു കൊടുക്കണം. അതും കൂടി അറിഞ്ഞൂടാത്ത കുറെ പിള്ളേറ്. അയ്യോ, ആന്ന് സംഭവിച്ചത്. മമ്മി, അതെന്തെന്ന് എനിക്ക് പെട്ടെന്ന് പറ്റിയത്? ഇവന് ചിരി പഠിപ്പിച്ചു കൊടുത്തതാണെന്നാ തോന്നുന്നത്. ഇതാണോ ചിരി? നീ ഒരു വല്ലാത്ത സുലൈമാൻ തന്നെ. നിങ്ങളോടെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട് എന്റെ പേര് സുലൈമാൻ അല്ല സൽമാൻ എന്നാണെന്ന്. പിന്നെയും എന്തിനാണ് ഇങ്ങനെ സുലൈമാൻ സുലൈമാൻ എന്ന് വിളിക്കുന്നത്? എന്റെ പേര് സൽമാൻ. പഠിച്ചോ, ഇനിയും സുലൈമാൻ സുലൈമാൻ എന്ന് വിളിക്കണ്ട. പിന്നെ എനിക്കിപ്പോൾ നിന്റെ പേര് പഠിക്കട്ടല്ലേ. ഒന്ന് പോടാ ചെറുക്ക. നിങ്ങളോട് സംസാരിക്കുന്നതിന് എന്നെ വേണം പറയാൻ. എന്നാ പോയി പറ. ഇതേതാ ഡ്രസ്? ഇതെന്റെ ഡ്രസ് തന്നെ. അതിന് നിന്റോടാരാ ചോദിച്ചത്? എങ്ങനെയുണ്ട്? ഇങ്ങനെ തന്നെ ഉണ്ട്. അതല്ല, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ? എന്റെ അത്ര ഇല്ലെങ്കിലും കാണാൻ വലിയ മോശമൊന്നുമില്ല. ഇപ്പൊ ശരിയായി. അങ്ങനെ അവർ മാത്രം മോഡലിൽ പോകണ്ട, ഞാനും മോഡലാകുന്ന. ഇപ്പോൾ എന്നെ കണ്ടാൽ ഭയങ്കര മൊഞ്ചായിരിക്കും. എല്ലാരും പറയും ഏതോ ഒരു സിനിമാ നടി വന്നിക്കുന്നു. നിങ്ങൾ അതൊന്ന് കഴിച്ചു വെച്ച മനുഷ്യന് നാണം കെടുത്താൻ ഓരോന്നിട്ട് നടക്കല്ല. എന്താടാ ഇതിനൊരു കുഴപ്പോ? ഇതെന്നെ കുഴപ്പം. ആവുന്ന പണിക്ക് നിന്നാ പോരെ. നിങ്ങളോട് ഞാൻ മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? പ്രായത്തിനനുസരിച്ചിട്ട് നടക്ക്. മനുഷ്യന്റെ കാലൊടിക്കാൻ ഓരോരോ സാധനം ഇറങ്ങിക്ക്. ഓരോരു കുന്തം മതി. ഇനി ഈ കുന്തം പോലത്തെ സാധനം ആരും ഇടണ്ട. അതെന്താക്കുന്ന നിങ്ങൾ? അതെന്തിനാ എറിഞ്ഞത്? മതി, ഇനി ആരും ഇടണ്ട അത്. അയ്യോ, കുമാരന്റെ സൗണ്ട് അല്ലേ അത്? തന്നെ, കുമാരട്ടന്റെ സൗണ്ട് പോലെ എനിക്കും തോന്നിയത്. അവനെന്നാ പറ്റിയത്? അയ്യോ, എന്റെ കുമാരട്ടന്റെ തലയിൽ തേങ്ങ വീണ്. കുമാരന്റെ തലയിൽ തേങ്ങ വീണു പോലും. വേഗം വാ. എന്താടാ, വേഗം വാ, പോയി നോക്കാം. അതല്ല ഏന്റി, ശരിക്കും കുമാരട്ടന്റെ തലയിൽ തേങ്ങ തന്നെയായിരിക്കുമോ വീണത്? അല്ല, ചക്ക. തേങ്ങ തലയിൽ വീണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് നീ കേട്ടില്ലേ? ഓന്റെ ഒരു കിന്നാര ചോദ്യം. എന്റെ ഉള്ളൂ, ഈ കുന്തോ കൊണ്ടത് ഇടങ്ങാറാ. മനുഷ്യനെ കൊല്ലാൻ ഓരോരു സാധനം ഇറങ്ങിക്ക്. അയ്യോ അയ്യോ ശോഭേ, നിന്റെ തലയിലും തേങ്ങ വീണ? ശോഭേജിന്റെ കുമാരട്ടന്റെ തലയിൽ ശരിക്കും വീണത് തേങ്ങയല്ല, നിങ്ങൾ എറിഞ്ഞ ചെരുപ്പാണ്. നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ചിട്ടില്ലേ അവരുടെ തലയിൽ ശരിക്കും തേങ്ങ തന്നെയാണ് വീണതെന്ന്? എന്നാ നിങ്ങൾ പറഞ്ഞേ അല്ല ചക്കയാണെന്ന്. ഇപ്പൊ രണ്ടാളും ആ ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് നീങ്ങി. ഇങ്ങോട്ടേക്കാ? പിന്നെ എങ്ങോട്ടേക്കാ? അവരതും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തന്നെയാ വരാ. അവരോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയടാ. ഞാൻ പറയുന്നില്ല, ഇങ്ങോട്ടാരാ അറിയാൻ പറഞ്ഞത്? ഒന്ന് പോയി പറയടാ പ്ലീസ്. ഞാൻ എന്തിനു പറയണോ? നിങ്ങൾ ഓരോരു കുറ്റക്ക് കളിച്ചിട്ട് ഞാൻ അതിന്റെ ഉത്തരം പറയേണ്ടത്? നീ ഉത്തരം പറയണ്ട, ചോദ്യം ചോദിച്ചാലല്ലേ ഉത്തരം പറയണ്ടോ. അവരെന്തെങ്കിലും ചോദ്യം ചോദിക്കും മുന്നേ നീ വേഗം എന്തെങ്കിലും പറഞ്ഞിട്ടിങ്ങ് പോരി. വേഗം പോയിട്ട് എന്തെങ്കിലും പറയടാ. ഇതാരായി
കുന്തം കൊണ്ട് തന്നെ എറിഞ്ഞത്? എന്റെ അള്ളോ, ഈ രണ്ട് കുന്തം ഇങ്ങോട്ടേക്ക് നിങ്ങൾ എത്തിക്കാം. അവർക്ക് മനസ്സിലായിനി ഇത് ഏന്റി എറിഞ്ഞതാണെന്ന്. അതുകൊണ്ടാ അവർ ഇത് തിരിച്ച് ഏന്റിനെ തന്നെ എറിഞ്ഞത്. ഭാഗ്യത്തിന് ഞാൻ അങ്ങോട്ടേക്ക് തേങ്ങയൊന്നും എറിയാത്തത് നന്നായിക്ക്. അവർ നല്ല കഴിവുള്ള ആൾക്കാർ തന്നെ. അതെന്താ? അല്ല, അവർ തിരിച്ച് ഈ രണ്ട് ചെരുപ്പും ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ഒരു ചെരുപ്പ് പോലും എന്റെ മേത്ത് കൊണ്ടില്ലല്ലോ. രണ്ട് മേടിക്ക് തന്നെയല്ലേ കൊണ്ടത്. കുഞ്ഞാമി, അതാ കുമാരേട്ടനതാ നിങ്ങളെ വിളിക്കുന്നു. കുഞ്ഞാമിത്ത, അതാ ശോഭേച്ചിയും വിളിക്കുന്നുണ്ട്. ഞാനിവിടെ ഇല്ലാന്ന് പറടാ. കുഞ്ഞാമിയെ ഞാനൊരു ചെരുപ്പുണ്ട് അങ്ങ് കെർണിക്ക്, അത് കിട്ടിയിക്കാ? കിട്ടിയേക്ക് കുമാരാ. ആ, എനക്ക് ഇവിടുത്തെ മുറ്റത്തുനിന്ന് കിട്ടിയതാ. എങ്ങനെയാ അത് ഇവിടെ എത്തിയെന്ന് അറിയില്ല. അവൻ അറിയില്ലേ? ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ ഞാനും നിൽക്കാം. ആ, എന്തേനു കുമാരാ? അതില്ല കുഞ്ഞാമി, കുമാരട്ടന്റെ തലയിൽ ഒരു തേങ്ങ വീണിക്കണേ. എന്നിട്ട് അത് നോക്കാൻ വേണ്ടി ഞാൻ വന്നതേനു. അപ്പോൾ എന്റെ തലയിലും ഒരു തേങ്ങ വീണ്. ഓഹോ, രണ്ടാളെ തലയിലും തേങ്ങ വീണിനോ? എന്നിട്ടോ? എന്തൊരു അഭിനയം. എന്നിട്ട് ഞാനും കുമാരട്ടനും കൂടി ആ തേങ്ങ എവിടെയാ വീണതെന്ന് ഇങ്ങനെ നോക്കുന്നേനു. എന്നാരാ നിങ്ങളെ വീട്ടിലെ രണ്ട് ചെരുപ്പ് കിട്ടിയത്? ഓ, അങ്ങനെ കിട്ടിയതാണോ? രക്ഷപ്പെട്ട്. ആ, അങ്ങനെ കിട്ടിയതാണ്. അല്ല, അതെനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എറിഞ്ഞീനെ. അവിടെ എത്തിയില്ലത്? ആ, എത്തീനി, ഇവിടെ തന്നെ എത്തീനെ. ഓ, അപ്പോൾ കിട്ടിയില്ലേ? ശരിക്കും കിട്ടീനെ. ഒന്നിന്റെ പുറത്തും ഒന്നിന്റെ മുഖത്തും. അല്ല, അതെങ്ങനെയാ ആ ചെരുപ്പ് ഞങ്ങളുടെ മുറ്റത്തേക്ക് വീണത്? അതോ, അത് കുട്ടികൾ വല്ലതും എറിഞ്ഞതായിരിക്കും. എനിക്കും അങ്ങനെയാ തോന്നിയത്. ഇക്രു എറിഞ്ഞതായിരിക്കും. ആ, അതന്നെ, ഇക്രു എറിഞ്ഞതായിരിക്കും. ആരെറിഞ്ഞതായിരിക്കും എന്നാ പറഞ്ഞത്? അത് വേഗം പറ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എറിയും. എറിയല്ലടാ. എന്നാ വേഗം പറ, ഞാൻ എറിഞ്ഞതല്ലാന്ന്. ഓ, പാട്ട് പാടുന്ന കുമാരാ. അപ്പോൾ പാട്ടല്ലേ? കുമാരാ, അത് എറിഞ്ഞത് ഇക്രു അല്ലായിരിക്കും. ചിലപ്പോൾ പിങ്കിയോ ചക്കിയോ മറ്റായിരിക്കും. ആ, അത് കുട്ടികൾ ആരെങ്കിലും ആയിരിക്കും പറഞ്ഞത്. ആ, ഞാൻ പറഞ്ഞു, ഇനി ആ കുന്തം ഒന്ന് മാറ്റി വെക്കുമോ? എന്റെ അല്ലോ, എന്തിനാ ഞാൻ ഈ കുന്തം ഒന്ന് ചവിട്ടി നോക്കിയത്? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആർക്ക്? നിനക്ക് തന്നെ. എനിക്കാ? ഈ ചെരുപ്പിനല്ലേ ഞാൻ ഇത്രയും സമയം നോക്കി നടന്നത്? ഇങ്ങതാ. നിന്റോടാരാ ഇതെടുത്ത് കളിക്കാൻ പറഞ്ഞത്? എന്താ ചേച്ചി? ഞാനിത് റോസി ആന്റിയുടെ വീട്ടിൽ കൂടലിന് പോകുമ്പോൾ ഇടാൻ വെച്ച ചെരുപ്പാണ്. അതിനെന്താ ചേച്ചി, ഇത് തന്നെ ഇട്ടോ? ഓ, അതിനക്ക് നിന്റെ സമ്മതം കിട്ടേറ്റേനിപ്പോൾ. ഇതിന്റെ ഹീല് പൊട്ടിയിട്ട് ഞാൻ പശ കൊണ്ട് ഒട്ടിച്ചിട്ട് ഇവിടെ ഉണങ്ങാൻ വെച്ചതാണ്. അപ്പോൾ നിന്റോടാര ഇത് എടുക്കാൻ പറഞ്ഞത്? ഞാനല്ല ചേച്ചി എടുത്തത്. അല്ല, നിന്റെ പ്രേതമായിരിക്കും. നോക്ക്, ഇതിന്റെ ഹീല് പിന്നെയും പൊട്ടി. ഇനി ഞാൻ എങ്ങനെ ഇത് റോസി ആന്റിയുടെ വീട്ടിൽ കൂടലിന് പോകുമ്പോൾ ഇടുക? അത് പിന്നെയും ഒട്ടിച്ചാൽ പോരെ? എന്നെ കൊണ്ട് പറ്റില്ല ഇനിയും ഒട്ടിക്കാൻ. നീ തന്നെ ഇത് മര്യാദ കൊട്ടിച്ചിട്ടിങ്ങതാ. ഇന്നാ പിടിച്ചോ. അയ്യോ ഏന്റി, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല. നിനക്ക് വിശ്വാസമായിക്കില്ലെങ്കിൽ ഞാനൊന്ന് നിന്നെ എറിഞ്ഞു കാണിച്ചു തരാം. ഏന്റി, സോറി ഏന്റി. ഏന്റിക്ക് വേദനിച്ചിനോ? ഇല്ല, എന്താ സുഖം? ചെരുപ്പിനെ കൊണ്ട് എന്റെ മോന്തക്കെട്ടിട്ട് ഏറ് തന്നിട്ട അവളോട് ഒരു കിന്നാര ചോദ്യം, ഏന്റിക്ക് വേദനിച്ചിനോ എന്ന്. ഏന്റി, ഇനി എന്താ, ഒന്ന് പോയി തരുമോ? ഓൾ ഓരോരു കിന്നാര ചോദ്യം. അല്ല കുഞ്ഞമിത്ത, ആന്ന് അവിടെ ഒരു പ്രശ്ന? പല പ്രശ്നമുണ്ട്, അതെല്ലാം നിന്നോട് പറഞ്ഞു തരണ? അതല്ല, അവിടെ ഒരു ബഹളം കേട്ടതുകൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചതാ. ശോഭേ, കുഞ്ഞാമി ഭയങ്കര ദേഷ്യത്തിലുള്ളത്, നീ ഒന്നും ചോദിക്കണ്ട. എന്നാൽ എന്തെങ്കിലും പറഞ്ഞ് വേഗം ഒന്ന് ഒഴിവാക്ക്, അല്ലെങ്കിൽ അവരുടെ വായിലുള്ളത് മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. കുഞ്ഞാമി, എന്താ കുമാരാ? അല്ല, നീ നമ്മുടെ റോസിയുടെ വീട്ടിൽ കൂടലിന് പോകുന്നില്ലേ? ആ, പോകുന്നുണ്ട്. അതിന്? അതിനൊന്നുമില്ല, ഞങ്ങൾ പോകുന്നുണ്ട്. ഈ കുമാരട്ടൻ ഓടിക്കളഞ്ഞ? നിക്ക് കുമാരട്ടാ, ഞാനും ഉണ്ട്. ഓരോരു ചെരുപ്പ് ഇറങ്ങിയേക്ക് മനുഷ്യനെ മെനക്കെടുത്താനി. അല്ല ചെറുക്ക, നീ എന്തിനീ വായുമ്പോൾ നിൽക്കുന്നത്? ഒന്നുമില്ല. എന്നാ പോയി ഡ്രസ്സ് മാറ്റിക്കോറോ. നീ പോകുന്നില്ല റോസിയുടെ വീട്ടിൽ കൂടലിനെ? ആ, പോകുന്നേ. ദൈവം കാത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല. എന്റെ അല്ലോ, ഇവരെന്താ ഈ തേങ്ങയുടെ ചർച്ച നിർത്താത്തത്?
ഇവർക്ക് വല്ല മാങ്ങേന്റെ ചക്കേന്റെ അറ്റം കാര്യം പറഞ്ഞോറോ? അത് ശരിക്കും തേങ്ങ തന്നെയാണോ? അല്ല ചക്ക. ഈ ചക്കയാ? ആ ചക്ക തന്നെ. ആ രക്ഷപ്പെട്ട്, ചക്കേന്റെ പേര് വന്ന്. ഇനി ചക്കയമ്മ പിടിച്ച് കയറാം. ഏത് ചക്ക? നീ കണ്ടിനാ ചക്ക വീണത്? രമണി, ഞാൻ ചക്ക വീണ കാര്യമല്ല പറഞ്ഞത്. നമ്മളെ സുധാകരന്റെ വീട്ടിലത്തെ ചക്കയില്ലേ, അതൊരൊന്നൊന്നര ചക്ക തന്നെ അല്ലേ? അത് ഞാൻ തിന്നിക്കില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും കുമാരന്റെ തലയിൽ ഒരു തേങ്ങ വീണിട്ട് അവനൊന്നും പറ്റിയിക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങ് വിശ്വാസമാകുന്നില്ല. കുറെ സമയമായി ഒരു കൊട്ടത്തേങ്ങയുടെ കാര്യം പറയുന്നു. ഓനിക്കൊന്നും പറ്റിയിക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഓനിക്ക് പറ്റിയത് കൊണ്ടല്ലേ ഓനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയത് എന്റെ നിർബന്ധം കൊണ്ട് കുഞ്ഞാമിത്ത. മൂപ്പർക്ക് അങ്ങനെ വലിയ പരിക്കൊന്നുമില്ല. ചെറിയൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കുന്ന്. ചെറിയൊരു വേദനയില്ലേ, അത് തന്നെ പോരെ? എനിക്ക് തോന്നുന്നത് അത് തേങ്ങയല്ല വീണതെന്നാ. നിനക്ക് അങ്ങനെയാണ് തോന്നുന്നത്? അതെന്താ അങ്ങനെ തോന്നുന്നത്? അല്ല, തേങ്ങ വീണതാണെങ്കിൽ ആ തേങ്ങ നിലത്ത് കാണണ്ടേ? ഞാനും കുമാരേട്ടനും അരിച്ചു പെറുക്കി നോക്കി, എവിടെയും തേങ്ങ കണ്ടില്ല. അത് ചിലപ്പോൾ ഉറക്കത്ത് വീണതായിരിക്കും. തിരിച്ചു മരത്തുമ്പോൾ തന്നെ കയറി പോയിട്ടുണ്ടാകും. എന്ത് തേങ്ങയാ? അതെന്താ, തേങ്ങക്ക് അങ്ങനെ പോകാൻ പാടില്ലേ? ഈ കുഞ്ഞാമിത്താൻ ഓരോരു തമാശ. ഡാ പെറുക്കെ, നീ കുറെ സമയമായി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ, അതിന് മാത്രം ഇവിടെ നിന്നാ നടക്കുന്നത്? ഇവിടെ കാര്യം പറയുമ്പോ അവന്റെ ഒരു ചിരി. ആഹാ, അതിന് മാത്രം നിങ്ങൾ എന്ത് കാര്യ പറയുന്നത്? നീ ഇത്ര നേരം കേട്ടില്ലേ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ? ആ കേട്ടക്ക്, ശോഭേച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടക്ക്. നിങ്ങൾ എന്താ കാര്യം പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ മുഴുവനും കാര്യ? അധികം പറയാൻ നിന്നല്ലേ, ഞാൻ സത്യം അങ്ങ് തുറന്നു പറയും, മനസ്സിലായാ? സത്യമോ? എന്ത് സത്യം? അതന്നെ, എന്ത് സത്യമാ? അതില്ലേ, അത് ഞാനും ഓനും പിന്നെ നമ്മളെ സത്യം മാഷില്ലേ, ഓനും തമ്മിലൊരു കാര്യമുണ്ട്, അത് പറഞ്ഞതാ. സത്യം മാഷ? ഏത് സത്യം മാഷ്? എല്ലാ സത്യം മാഷ് എനിക്കറിയാവാ. ഹിക്രു, എന്നോട് പറഞ്ഞു പോയതാ, നീ ഇതാരോടും പറയരുതേ. ഞാൻ പറയുന്നില്ല, പക്ഷെ ഇനി ഇങ്ങനെ ഓവർ ആക്കിയാൽ ഞാൻ എന്തായാലും പറയും, മനസ്സിലായാ? ഡാ, എന്താടാ കാര്യം? അതൊന്നുമില്ല. ഡാ, നിന്നോട് പറഞ്ഞു പോകരുതേ. എന്നോട് പറഞ്ഞൊന്നും പോകില്ല. ഡാ, ശരിക്കും എന്നാ പ്രശ്നം? നിന്നോടല്ലോ ഒരിക്കലൊന്നുമില്ലാന്ന് പറഞ്ഞത്. ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്നാ ഇങ്ങനെ ചോദിച്ചെടുക്കടാ. എന്ത് ഭംഗിയെന്ന് പറഞ്ഞിട്ടെന്താ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ശരിക്കും ഇന്നല്ലേ പരിപാടി? ഇന്ന് തന്നെയാണ് പരിപാടി. എന്നിട്ടെന്താ ആരെയും കാണാത്തത്? ഇങ്ങത്തിപ്പോ ആരെയാ കാണേണ്ടത്? അല്ലട പൊട്ട, ഇന്ന് ഇവിടെ പരിപാടിയല്ലേ. ഈ പരിപാടിക്ക് ക്ഷണിച്ച ജനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അതിനിത് അവരുടെ വീടല്ല. ഇത് വീടല്ലേ? അല്ല, ഇത് അവരുടെ ഗസ്റ്റ് ഹൗസ് ആണ്. അവരുടെ വീട് ഇതിന്റെ അപ്പുറമാണ്. അപ്പോൾ അവരുടെ വീട് ഇതിലും വലുതായിരിക്കില്ലേ? അവർ വലിയ പൈസക്കാരല്ലേ, അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഉണ്ടാകും. എനിക്കും കൊറേ പൈസ വേണമായിരുന്നു. എന്ത് ചില്ലറ പൈസയാ? ഡാ സുലൈമാനെ, അത് വേണ്ടാട്ടാ. ഡാ പെണ്ണുങ്ങളെ, അതും വേണ്ടാട്ടാ. എന്ത് വേണ്ടാന്ന്? ഈ സുലൈമാൻ വിളി തന്നെ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാൻ എന്നല്ല, സൽമാൻ എന്നാണെന്ന്. ഒരു വലിയ അന്ത്രുമാനി. അന്ത്രുമാനല്ല, സൽമാന്. എന്തായാലും ഒരു മാനല്ലേ, അല്ലാണ്ട് പുലിയും സിംഹവും ഒന്നല്ലല്ലോ. നിന്റെ അഹങ്കാരം കണ്ടാൽ വിചാരിക്കും നിന്റെ പേരിന്റെ കൂടെ സിംഹവും പുലിയും കടുവയും എല്ലാം ഉണ്ടെന്ന്. ഒരു ചെറിയ മാനിന്റെ പേര് കൂട്ടിക്ക് ഓൻ വലിയ ഡയലോഗ് പറയുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഓ, നിങ്ങളൊന്ന് നിർത്തുമോ? ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കല്ല, നമുക്ക് വേഗം പോകാം. നിനക്ക് ഫുഡ് തീരുന്നതിന് പേടിച്ചിട്ടല്ലേ? ഓ, അതിനൊന്നുമല്ല. എന്നാ എല്ലാരും വേഗം വാ. അവളുടെ സാരി ശ്രദ്ധിച്ചോ രമണി? ഇതെന്തൊരു ഭംഗിയാ. അതന്നെ, നല്ലോണം മിന്നി തിളങ്ങുന്നുണ്ട്. നീ അതിന്റെ കളറ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതെന്തൊരു ഭംഗിയാ കാണുവാൻ. നിങ്ങൾ കുറെ സമയമായല്ലോ അവൾ അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറയുന്നത്. എന്താ കുഞ്ഞാമി, ഞങ്ങൾ പറഞ്ഞത് കാര്യം തന്നെയല്ലേ? നീ അവളുടെ സാരി നോക്കിയേ, അതിന്റെ കളർ നോക്കിയേ. അതിന്റെ കളറിനെന്ന ഇത്ര വലിയ പ്രത്യേകത? അങ്ങോട്ട് മാറി നിൽക്ക്. അവളുടെ സാരിക്കെന്ന് ഇത്ര വലിയ പ്രത്യേകത? അല്ല, അതിന്റെ കളറ് നല്ല ഭംഗിയില്ലേ? ആഹാ, നല്ല ഭംഗിയുണ്ടോ? ആ, നല്ല ഭംഗിയില്ലേ? അവളുടെ സാരിയുടെ കളർ തന്നെയല്ലേ ഞാനിട്ട ഈ ഡ്രസ്സിന്റെ കളറും? നോക്ക്, അതേ പച്ച കളർ തന്നെയല്ലേ ഇതും? പച്ചയാ? ഇത് പച്ചയല്ല. അതിന് അവൾ ആ കളർ ഇട്ടപ്പോൾ ഭയങ്കരം ഹാഹി ഹൂ എന്നെല്ലാം പറയുന്നു. ഞാനിട്ടപ്പോഴോ കാക്കി ഹൂ. നിങ്ങൾ ഇങ്ങനെ ചൂടാവല്ല. അതന്നെ, പരിസരത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നു. അതിന് നിനക്കെന്താ? എല്ലാവരും കുറെ സമയമായില്ലേ ആ റോസിനെ ശ്രദ്ധിക്കുന്നു. ഇനി കുറച്ച് സമയം എന്നെ ശ്രദ്ധിക്കട്ടെ. അവൾ മാത്രമല്ല, ഞാനും അതുപോലത്തെ പച്ച കളർ ഡ്രസ്സ് തന്നെ ഇട്ടത്.
പച്ചയല്ല, ഗ്രേ. ഡീ നോക്ക്, റോസി നമ്മളെ നോക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അവളെ ഇങ്ങനെ വായുമ്പോൾ നോക്കുന്നത് കണ്ടാൽ മോശമാണ്. വാ, നമുക്ക് അവളെ ഒന്ന് മൈൻഡാക്കിയിട്ട് അകത്തേക്ക് പോകാം. വരൂ വരൂ, ഞാൻ വിചാരിക്കുകയായിരുന്നു നിങ്ങളെ ഒന്നും എന്താ ഇങ്ങോട്ടേക്ക് കാണാത്തതെന്ന്. അത് വണ്ടിയൊക്കെ കിട്ടിയിട്ട് വരേണ്ടതല്ലേ റോസി, അതുകൊണ്ടാ ലേറ്റ് ആയത്. എനിക്ക് തോന്നി വീട്ടിൽ വണ്ടിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വല്ല ഓട്ടോയിലായിരിക്കും വന്നതില്ലേ. ഓട്ടോ എന്താ, വണ്ടി തന്നെയല്ലേ. ഓളോ ഒരു കിന്നാരോ. കുഞ്ഞാമിത്ത, നിങ്ങളൊന്നും മിണ്ടാതിരി. റോസി, ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. അല്ല റോസി, അതാരാ നിന്റെ അടുത്തുള്ളത്? കാണുമ്പോൾ ഈ നാട്ടുകാരിയെ പോലെ ഇല്ലല്ലോ. അതിൻ്റെ പറയാൻ മറന്നുപോയി. ഇതെന്റെ ഫ്രണ്ടിന്റെ മകളാണ്, അങ്ങ് അമേരിക്കയിൽ നിന്നും വന്നതാണ്. ആഹാ, കാണുമ്പോൾ നല്ല പാവക്കുട്ടിയെ പോലെയുണ്ട്. ഡാ സൽമാനെ, നീ നോക്ക്, നമ്മുടെ മമ്മിക്കൊന്നും എന്താ ഇതുപോലത്തെ അമേരിക്കക്കാരി ഫ്രണ്ടും മകളൊന്നും ഇല്ലാത്തത്. ഡീ പിങ്കി, നീ അവളെ നോക്കിയേ, എന്തൊരു ഭംഗിയാ കാണുവാൻ. ഞാൻ അവളെ തന്നെയാടി ഇത്ര നേരം നോക്കിയത്. അമേരിക്കയിലത്തെ ഫുഡൊക്കെ കഴിച്ചത് കൊണ്ടാകും ഇങ്ങനെ സുന്ദരിയായിരിക്കുന്നത്. ഹായ് കുട്ടീസ്. ഡാ സൽമാനെ, നമ്മളോട് അവൾ സംസാരിച്ചത്. അല്ല, നിങ്ങളുടെ പേരെന്താ? അവരുടെ പേര് എന്തെങ്കിലും ചെറിയ ലോക്കൽ പേരായിരിക്കും. ലോക്കൽ പേരാ? നമ്മളെ ലോക്കൽ പേരൊക്കെ തന്നെ. ഈ ലോക്കില്ലാത്ത അമേരിക്കക്കാരിന്റെ പേരെന്തെന്നാ? അവളുടെ പേര് ഗൊസാരിയ മെർച്ചിൻ. ആര് മരിച്ചെന്ന്? വെറുതെ ഓരോന്ന് ചോദിച്ച്. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ എന്തിനാ വെറുതെ ഓരോന്ന് ചോദിച്ചിട്ട് നാണം കെടാൻ പോയത്? ഡീ, ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും അവളുടെ പേരാ ഈ ലോക്കൽ പേര്. അതെന്താ? ഡീ, അവളുടെ പേര് കേട്ട ഉടനെ എന്റെ വായി ലോക്കായി പോയി. പിന്നെ എനക്കൊന്നും അവരോട് മറുപടി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവളുടെ പേരാണ് ഈ ലോക്കൽ പേര്. എന്താ, അവളുടെ പേര് കേട്ടപ്പോൾ ഒന്നും പറയാനില്ലേ? അത് എന്താ? അല്ല, നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ പേരെന്താ? എന്റെ മക്കളുടെ പേര് പിങ്കിയും ചക്കിയും ഇക്രുവും. ലോക്കൽ പേര്. ഇതുപോലത്തെ പേരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ ഉള്ളത് കൊണ്ടല്ലേ കുട്ടികൾക്ക് അങ്ങനെ പേരിട്ടത്. വെരി ലോക്കൽസ്. ആന്റി, ഞാൻ പോകുന്നു. നീ പോയി ഫുഡ് കഴിക്ക്. എന്നാൽ ഞങ്ങളും പോയിട്ടൊന്ന് വീടൊക്കെ ഒന്ന് കാണട്ടെ. വേഗം കണ്ടിട്ട് ഫുഡും കഴിച്ചിട്ട്. ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ സുഖം. നല്ല തണുപ്പുണ്ട്. ഇതൊക്കെ അവരുടെ മണ്ടത്തരം കൊണ്ടുണ്ടാക്കിയ തണുപ്പാ. ഇതുപോലത്തെ തണുപ്പൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുമാക്കാം, പക്ഷെ നമ്മൾ ആക്കില്ല. അതെന്തുകൊണ്ടാ? നമ്മൾ മണ്ടന്മാരല്ലാത്തത് കൊണ്ടന്നെ. നിങ്ങൾ ഇതെന്നാ ഏന്റി പറയുന്നത്? ഡാ പൊട്ട, ഈ വീടിന്റെ ഉള്ളിൽ എങ്ങനെയാ ഇങ്ങനെ തണുപ്പ് വന്നതെന്ന് നിനക്കറിയാമോ? എങ്ങനെയാ? അതാ ഞാൻ പറഞ്ഞത്, അത് അവരുടെ അഹങ്കാരവും മണ്ടത്തരവും കൊണ്ടാണ് ഇങ്ങനെ തണുപ്പ് വന്നതെന്ന്. നിങ്ങളൊന്ന് മര്യാദയ്ക്ക് പറ എന്റെ ഏന്റി. ഡാ പൊട്ട, ഈ റോസി ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ വീടുണ്ടാക്കിയിട്ട് നമ്മളെ ക്ഷണിച്ചത് എന്തിനാ? വേറെന്തിനി? അവളുടെ പത്രാസ് നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടി. വലിയ പൈസക്കാരിയല്ലേ, അതുകൊണ്ട് അവളടുത്ത് വലിയ സെറ്റപ്പുള്ള ഫ്രിഡ്ജ് ഉണ്ടായിരിക്കും. ആ ഫ്രിഡ്ജിന്റെ ഉള്ളൊക്കെ എല്ലാവരും കാണുവാൻ വേണ്ടിയിട്ടുണ്ടാകും അവളത് തുറന്നു വെച്ചിട്ട്. അതിന്റെ തണുപ്പാണ് ഈ വീട് മൊത്തം ഇങ്ങനെ തണുപ്പിച്ചത്. വലിയ പണമുണ്ടായിട്ടൊന്നും കാര്യമില്ല, കുറച്ച് ബുദ്ധി വേണം. ആ ബുദ്ധി എന്ന് പറഞ്ഞ സംഭവം ആ റോസിക്ക് തീരെയില്ല. അതുകൊണ്ടാ അവൾ ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ ചെയ്യുന്നത്. എന്റെ ഏന്റി, നിങ്ങക്ക് മര്യാദയ്ക്ക് വീട്ടിൽ തന്നെ ഇരുന്നൂടേനാ? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താടാ, നിനക്കൊക്കെ ഓരോന്ന് പറഞ്ഞു തരുന്നതിന് എന്നെ വേണം പറയുവാൻ. ഇതുപോലത്തെ മണ്ടത്തരം പറയുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെയാ പറയേണ്ടത്. ഫ്രിഡ്ജ് തുറന്നത് കൊണ്ടാ വീട് മൊത്തം തണുത്തത് പോലും. ഏതെങ്കിലും ആൾക്കാർ വീട് തണുക്കുവാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നു വെക്കുമോ? AC ഇട്ടത് കൊണ്ടാണ് ഇവിടെയൊക്കെ തണുത്തത്, അല്ലാണ്ട് ഫ്രിഡ്ജ് തുറന്നു വെച്ചത് കൊണ്ടല്ല. AC തന്നെ. പറയും പോലെ വീടിന്റെ ഉള്ളിൽ തണുപ്പിക്കുവാൻ അങ്ങനത്തെ ഒരു സാധനമുണ്ടല്ലോ. എന്നോട് അതങ്ങ് മറന്നുപോയിക്ക്. ഈ പിള്ളേറെ മുന്നിൽ നിന്ന് ചമ്മിപ്പോയല്ലോ. അതെനിക്കറിയാം. എന്തറിയാമെന്ന്? ഇത് ശരിക്കും AC-യുടെ തണുപ്പാണെന്ന്. അതിപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? അല്ല, എനിക്ക് ആദ്യമേ അറിയാം. നിങ്ങൾ എന്നാ പറയുന്നതെന്ന് നോക്കുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അങ്ങനെ പറഞ്ഞോ? അങ്ങനെ തന്നെയാ. ആദ്യം നമുക്ക് അമ്മു ചേച്ചീന്റെ അടുത്തേക്ക് പോകാം. എന്നിട്ടോ? എന്റെ ഏന്റി, നിങ്ങളും ബാക്കിൽ തന്നെ വന്നിക്കാ. പിന്നല്ലാണ്ട് നമുക്ക് ആ പെണ്ണിനിട്ടൊരു പണി കൊടുക്കണ്ടേ? ഏത് പെണ്ണിന്? അത് മറ്റേ സ്റ്റൈലായിട്ടില്ലേ, അവൾക്കിട്ടിട്ട്. ആ സൊല്ല കിട്ടിത്തന്നെ. അല്ല, നിങ്ങളെന്തിനാ വരുന്നത്? അതെന്നല്ലടാ ഞാൻ പറഞ്ഞത്, ആ പെണ്ണിനിട്ടൊരു പണി കൊടുക്കാനെന്ന്. അതിന് നിങ്ങൾ വന്നാലേ ആ പെണ്ണിനിട്ടിട്ടല്ലായിരിക്കും പണി കിട്ടാ, മറിച്ച് ഞങ്ങൾ കിട്ടിട്ടായിരിക്കും. ഡാ സുലൈമാനെ, നീ എന്റെ അടുത്ത് നിന്ന് മേടിക്കും. സുലൈമാൻ
സുലൈമാൻ നിങ്ങളെ മാപ്പിള. ആ, എന്റെ മാപ്പിളന്റെ പേര് സുലൈമാൻ എന്നാണെന്ന് നിനക്കറിയാം. എന്നാ പോയിട്ട് ഓറ വിളിച്ചാറാ. എന്തിനാ ഇടക്കിടക്കിടക്ക് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഇതെന്റെ വായ, എന്റെ വായിനെ കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ പറയൂ. നീ എന്തിനാ കേൾക്കാൻ നിൽക്കുന്നത്? ആഹാ, അതുപോലെ തന്നെ ഇതെന്റെ ചെവിയാ, എന്റെ ചെവിനെ കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കേൾക്കൂ. ആഹാ, എന്നാ ഞാൻ സുലൈമാൻ വിളിച്ചത് നിനക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ നീ അത് കേട്ടത്? എന്താ നിനക്കൊന്നും പറയാനില്ലേ? സൽമാനെ, നിന്റെ ഏന്റി എന്താടാ ഇങ്ങനെ? ഏന്റീനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നീയും കണക്ക് തന്നെ. അതെന്തിനാ കരയുന്നത്? ഞാനല്ലടാ കരഞ്ഞത്. അയ്യോ, ഏന്റിയാണോ? കുഞ്ഞാമിത്തയാ? നീ ഈ പെണ്ണുങ്ങളെ കൊണ്ട് തന്നെയാണോ കരഞ്ഞെന്ന് പറഞ്ഞത്? ഇതിനെ കാണുമ്പോൾ നമ്മളോട് കരഞ്ഞു പോകുന്നല്ലാണ്ട് ഇത് കരയുന്നില്ലാലോ. എന്താടാ ബായുമ്പോൾ നോക്കുന്നത്? അതാ പിന്നെയും കരയുന്നുണ്ട്. എന്താ നിങ്ങളുടെ പ്രശ്നം? ആ, കുന്തോ, ഞാൻ എവിടെയും കാണുന്നില്ല. എന്ത്? വേറെന്ത്? ആ സ്റ്റൈലേനെ തന്നെ. സ്റ്റൈലല്ല, സ്റ്റെല്ല. ആ സ്വല്ലേനെ തന്നെ. അവളെ ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കാണുന്നില്ല. അല്ല, ഇതാരാ? അമ്മിണിക്കുട്ടിയാ? എന്താ കുഞ്ഞാമിത്ത? ഏയ്, ഒന്നുമില്ല. അല്ല, അതാരാ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്? ഈ സ്റ്റെല്ലയാണോ? അയ്യേ, ഇവളാണോ ഈ സ്റ്റെല്ല? ഇതല്ല സ്റ്റെല്ല. ഞാൻ വിചാരിച്ചു ഇവളാണെന്ന്. ഇവളെ കാണുമ്പോൾ ഒരുമാതിരി ചൊറിത്തവളെ തൊപ്പിയിട്ട പോലെയുണ്ട്. ഇവളെ അറിയില്ലേ? ഇതാണ് താര. താരയല്ല, തവള. അതുപോലെ ഉണ്ട് അവളെ കാണുവാൻ. ഇവൾ സ്റ്റെല്ലയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓ, അവർ ഒരുമിച്ച് പഠിച്ചതായിരിക്കുംല്ലേ? അതെ, അങ്ങ് ലണ്ടനിൽ പോയിട്ട് ഒരുമിച്ച് പഠിച്ചതാണെന്നൊക്കെയാ പറയുന്നത് കേട്ടത്. ഏത് മണ്ടേ? ആ, മണ്ടനല്ലേ ഏന്റി, ലണ്ടൻ. നോക്ക്, അതല്ല സ്റ്റെല്ല. ആ, ഇത് തന്നെയാണ് സ്റ്റെല്ല. ഓ, താര വരൂ. നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അല്ല സ്റ്റെല്ല, നീ പറഞ്ഞ ആ ലോക്കൽ കുട്ടികൾ ഇവരാണോ? അല്ല, അത് വേറെതാണ്. അല്ല, പറയും പോലെ ഇതേതാ വേറെ ലോക്കൽസ്? ലോക്കലോ? ചേച്ചി, എന്നെ അറിയില്ലേ? ഞാനാണ് അമ്മിണി. ചേച്ചിയോ? ആരുടെ ചേച്ചി? ഏയ്, സ്റ്റാൻഡേർഡ് നോക്കി സംസാരിക്കേ, മനസ്സിലായോ? എവിടെ മനസ്സിലാവാൻ? ഡി പെണ്ണെ, അവളെന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായിനോ? അവളെ മാഡം എന്നാണ് വിളിക്കേണ്ടത്. അവളെ മാത്രമല്ല, ഈ എന്നെയും. ഡൈക്രു, ആ ചൊറിത്തവളനെ പോലെ തവളയാണോ മാഡം എന്ന് വിളിക്കേണ്ടത്? ശരിക്കും എനക്കത് കേട്ടിട്ട് ചിരി നിർത്താനാകുന്നില്ല. ഏയ്, എന്താ പറഞ്ഞത്? ചൊറിത്തവള എന്നോ? ആ പെണ്ണെ, എനിക്കറിയില്ല അത് ഏതാണെന്ന്. നമ്മുടെ പോക്രാജി തവളന്റെ ഫ്രണ്ട് തന്നെ. ആരാണ് ഇവരൊക്കെ? എനിക്കറിയില്ലടി. എന്നെ അപമാനിക്കാനാണോ നിന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു വരുത്തിയത്? ഡൈക്രു, അവര് തമ്മിൽ പ്രശ്നമായി. ഞാൻ കാണുന്നുണ്ടടാ. കുഞ്ഞാമിത്ത, കലക്കി. നിങ്ങളെ കൊണ്ട് ആദ്യമായിട്ട് ഒരു ഉപകാരമുണ്ടായത്. ഇതൊക്കെ എന്ത്? അല്ല, ശരിക്കും എന്നാ സംഭവോ? നിങ്ങൾ എന്തിനാ അവരെ ഇങ്ങനെ തെറ്റിക്കുന്നത്? അല്ല, എന്നാ ശരിക്കും പ്രശ്നോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതല്ലടി പൊട്ടത്തി, ഞാൻ ആദ്യം പറഞ്ഞത് നിന്റോട് ഒരുപാട് കാര്യം പറയാനുണ്ടെന്ന്. എന്ത് കാര്യം? എന്നാ ശരിക്കും നിങ്ങൾ കളിക്കുന്നത്? അതൊക്കെ ഉണ്ട്, നിന്റോട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. ഹേയ് ഡി അമ്മിണി, ആരാണ് ഇവരൊക്കെ? ഓ, അപ്പോൾ നിങ്ങൾക്ക് ഈ അമ്മിണിയെ അറിയാമായിരുന്നില്ലേ? അമ്മിണി, നിന്റോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരാണ് ഇവരൊക്കെ? അത് ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. കിട്ടിയത് വല്ലതും കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകുവാൻ പറ. ലോക്കൽസ് എന്നെ നാണം കെടുത്തുവാൻ വന്നിക്ക്. ഹലോ, ഞങ്ങൾ ഇവിടെ വെറുതെ വന്നതല്ല. ഞങ്ങൾ അവിടെ വന്ന് ക്ഷണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അത് തന്നെ, ക്ഷണിച്ചു വരുത്തിയ അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് മാഡം? ഹലോ, എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, മനസ്സിലായോ? ഓ, മനസ്സിലായി മാഡം. എനിക്കും മനസ്സിലായിക്ക് മാഡം. എന്നാ പിന്നെ ഞാനായിട്ട് കുറക്കണ്ട, എനിക്കും മനസ്സിലായിക്ക് മാഡം. നിങ്ങളുടെ ഈ മാഡം വിളി എന്നെ കളിയാക്കിയിട്ട് വിളിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹേയ്, അങ്ങനെ പറയല്ല മാഡം. അതന്നെ, ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നു മാഡം. എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏയ്, എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. സ്റ്റെല്ല, ഇവരൊക്കെ എന്താ ഇങ്ങനെ? വൃത്തികെട്ടവന്മാർ. ഏയ്, ഈ സ്റ്റെല്ലയോടാണ് നിങ്ങൾ കളിക്കുന്നത്, അത് മറക്കണ്ട. അതിന് ഞങ്ങളൊന്നും കളിച്ചിട്ടില്ലല്ലോ മാഡം. ആ മാഡം, നിങ്ങൾ എന്താ മാഡം ഇങ്ങനെ പറയുന്നത് മാഡം?
അതന്നെ വല്ലാത്തൊരു മേടം തന്നെ ഈ മേടം. ടാ, ഒന്ന് മിണ്ടാതിരിക്കടാ. ഏയ്, ഈ സ്റ്റെല്ല ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാനൊന്ന് വിരളിഞ്ഞൊടിച്ചാൽ നിങ്ങളെ പുറത്താക്കുവാൻ 100 പേര് ഇവിടെ വരും. പക്ഷെ ഞാനൊന്ന് വിരളിഞ്ഞൊടിച്ചാലില്ലേ, നിന്നെ പുറത്താക്കുവാൻ ഇവിടെ ആരും വരില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് എന്നോട് കളിക്കാൻ വരുന്നത്? വെറുതെ കളിക്കാൻ നിൽക്കണ്ട, ഈ ജീവൻ തന്നെ അപകടത്തിലാകും. നീ ഓരോരു തമാശ പറയല്ലേ ചൊരുത്തവളെ. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഫ്രണ്ട്സിനെ അപമാനിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അതിന് ഞങ്ങൾ വെറുതെ പോകുന്നുമില്ല, വയറ് നിറച്ചും തിന്നിട്ടേ പോകുന്നുള്ളൂ. അതിന് നിങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ട് വേണ്ടേ? ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും വെറും പച്ചവെള്ളം പോലും കിട്ടില്ല. അതിന് പച്ചവെള്ളം ഞങ്ങൾക്ക് എന്തിനാ? അത് നീ തന്നെ അങ്ങെടുത്തോ. ഈ സ്റ്റെല്ല ആരാന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സ്റ്റെല്ല, വേഗം വാ പിള്ളേരെ. എന്താ? അവൾ വരുമ്പോ നമുക്ക് പോയിട്ട് വല്ലതും കഴിക്കാം. ചിലപ്പോൾ അവൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പച്ചവെള്ളം പോലും കിട്ടില്ല. അത് ശരി, അപ്പോൾ എനിക്ക് പേടിയുണ്ടേനാ? എന്നിട്ട് അവളോട് ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ പറഞ്ഞത്? അതൊക്കെ അവളെ മുന്നിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറഞ്ഞതല്ലേ. നമുക്ക് വേഗം പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പറയാൻ വരാം. വലിയ ഓവറാക്കിയിട്ട് അവസാനം നമുക്ക് ഭക്ഷണമൊന്നും കിട്ടില്ല. അത് കുഞ്ഞാവിത്ത പറഞ്ഞത് കാര്യ. കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അതന്നെ, എന്നിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പോയിട്ട് കഴിക്കാലോ. പിന്നെയും പോയി കഴിക്കാൻ ഇത് നിങ്ങളുടെ അമ്മായിന്റെ മോളെ കല്യാണമൊന്നുമല്ലല്ലോ. ഭക്ഷണം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. ഇനി ഇവിടെ നിങ്ങൾ എളിച്ചു നിൽക്കണ്ട, വേഗം നടക്ക്. ആഹാ, എന്തൊക്കെയാ ഉള്ളത്! കാണുവാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ എന്റെ വയറ് നിറഞ്ഞു. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് ഞങ്ങൾ എടുത്ത് കഴിച്ചോളും. നീ ഇങ്ങനെ ഇവിടെ നിൽക്കണമെന്നില്ല, പോട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അവനോട് പോകുവാൻ പറ, എന്നാൽ നമുക്ക് വേണ്ടതെടുത്ത് കഴിക്കാലോ. ഓ, അത് കാറ്ററിംഗിന്റെ ആളാണ്. ആരായാലും എന്താ, അവനോട് പോകുവാൻ പറ. എന്നാലേ നമുക്ക് സ്വസ്ഥമായി എല്ലാം കഴിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ മതി, അയാൾ എടുത്തു തരും. അവൻ നമുക്ക് വേണ്ടത് എടുത്തു തരുമോ? നിങ്ങൾക്ക് എന്താ വേണ്ടത് അതൊക്കെ അയാൾ എടുത്തു തരും. അതല്ലടാ, അവനോട് പിന്നെയും ഓരോന്ന് വേണമെന്ന് പറയുന്നത് മോശമല്ലേ? അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ പിന്നെയും പറയാൻ നിൽക്കുന്നത്? വേണ്ടതെന്നാന്ന് വെച്ചാൽ കുറച്ച് കഴിച്ചിട്ട് വാ, നമുക്ക് പോയിട്ട് പണിയില്ലേ? പണിയാ? എന്ത് പണി? ഓ, നിങ്ങൾ മറന്നോ? നമുക്ക് ആ സ്റ്റെല്ലക്കും അവളുടെ അമ്മയ്ക്കും ഇട്ടൊരു പണി കൊടുക്കണ്ടേ? ഓ, ആ പണിയാ? ഞാൻ വിചാരിച്ച അടിച്ചു വാരലും തുടക്കലും അലക്കലും തേച്ചു കഴുകലും ഒക്കെയാണെന്ന്. വെറുതെ ഓരോന്ന് തെറ്റിദ്ധരിച്ചു. ചേട്ടാ, ഒരു 5 കഷ്ണം കേക്ക് തരുമോ? അല്ല കുട്ടി, നീ ഇതെത്രാമത്തെ കേക്കാ കഴിക്കുന്നത്? അല്ല, ഇതാരാ? എന്റെ അല്ലോ, ഈ പെരാന്തിച്ച് ഇവിടെയും വന്ന. എന്താ ചേട്ടാ, ഞാൻ ആകെ 4 പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ? നീ 4 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഓരോരോ പ്രാവശ്യം വരുമ്പോഴും 5 കേക്ക് എടുക്കുന്നുണ്ട്, അത് മറക്കണ്ട. അത് പിന്നെ കേക്ക് തിന്നാനുള്ളതല്ലേ ചേട്ടാ? തുളസി? അല്ല, ഇതാരാ? അമ്മിണിയാ? ഇത്രവുമുണ്ടോ? അപ്പോൾ സൽമാനും ഉണ്ടാകുമല്ലോ. എന്റെ അമ്മോ, ആ പെരാളിച്ചീനോട് പോയിട്ട് പറ ഞാൻ വന്നിട്ടില്ലെന്ന്. കുഞ്ഞാവിത്തയുമുണ്ടാ? അല്ല, സൽമാൻ എവിടെ? അവനെ കാണുന്നില്ലല്ലോ. അതില്ല തുളസി, സൽമാൻ ഇവിടെ ഇല്ലാന്ന് പറയാൻ പറഞ്ഞിക്ക്. ആര്? സൽമാൻ തന്നെ. സൽമാനാ? അതെവിടുന്ന്? ആ, ഈ ചെടീന്റെ ഉള്ളിന്ന്. അപ്പോൾ സൽമാൻ അവിടെ ഉണ്ടായിരുന്നോ? എന്റെ കുഞ്ഞാമിത്ത, ഇങ്ങക്ക് സമാധാനമായില്ലേ? സൽമാനെ, കുഞ്ഞാമിത്ത, ഇങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അവളോട് നീ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിക്ക്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, അവൾ വേഗം കണ്ടുപിടിച്ചിക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിങ്ങള്. ആരുമില്ലേറ്റ് ഞാൻ ഇങ്ങനെ ബോറടിച്ചിട്ട് ഓരോരു കേക്ക് എടുത്ത് തിന്നേനു. അപ്പോഴല്ലേ നിങ്ങളെ കണ്ടത്. ഇനി എനിക്ക് സമാധാനമായി. എനിക്ക് സമാധാനക്കേടുമായി. അല്ല, നിനക്ക് കേക്ക് വേണ്ടേ? എനിക്ക് കേക്കൊന്നും വേണ്ട എനിക്ക്. എന്നാ ചേട്ടാ, എനിക്കൊരു കേക്ക് തരുമോ? എന്നാൽ എനക്കും വേണം. സൽമാൻ കേക്ക് തിന്നുന്നുണ്ടെങ്കിൽ എനിക്കും വേണം. ചേട്ടാ, എനിക്കും അതേ കേക്ക് തന്നെ എടുത്തോ. നീ തുളസി? തുളസി അല്ല സൽമാനെ, തുളസി. തുളസി. നിന്റെ മൂക്കിന്റെ തുള ഞാൻ അടച്ചളിയൂ. ഓളൊരു തുള. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിക്ക് എന്റെ പിറകെ ഇങ്ങനെ നടക്കരുതെന്ന്. എനക്ക് നിന്നെ ഇഷ്ടമില്ല, പിന്നെന്തിനാ നീ എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? അത് എനിക്കിഷ്ടമുള്ളത് കൊണ്ട്. ഓളൊരിഷ്ടം, അതന്നെ ഒരു കഷ്ടം. അല്ല, അപ്പോൾ ആർക്കാണ് കേക്ക് വേണ്ടത്?
എനിക്ക് വേണ്ട. എന്നാൽ എനിക്കും വേണ്ട. ആ ഇവളെ ഞാൻ. സൽമാനെ, എന്തൊക്കെ തരം ഐസ്ക്രീമുകളാ ഉള്ളത്? അല്ല അമ്മിണി, നീ ഇത് എത്രാമത്തെ ഐസ്ക്രീമാ കഴിക്കുന്നത്? മൂന്നാമത്തെ. വെറുതെ കിട്ടുന്നതാണെന്ന് വിചാരിച്ചിങ്ങനെ അധികം കഴിക്കണ്ട. ഇനിയും കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് കഴിക്കുവാൻ. അതൊക്കെ കഴിക്കാൻ സ്ഥലമുണ്ടാകുമോ? പിന്നെ അതൊക്കെ കഴിക്കുവാൻ എന്റെ വയറ്റിൽ സ്ഥലമുണ്ട്. എന്റെയും എന്റെയും എന്റെ വയറ്റിൽ മാത്രമല്ല, സഞ്ചിയിലും സ്ഥലമുണ്ട്. സഞ്ചിയില? ആ സഞ്ചിയിൽ തന്നെ. തിന്നാൻ പറ്റാത്ത സാധനമെല്ലാം ഞാൻ സഞ്ചിയിലിട്ടിട്ട് അങ്ങ് എടുക്കും. എന്റെ നിങ്ങൾ ഓരോന്ന് കളിച്ചിട്ട് ഞങ്ങളെ നാണം കെടുത്തല്ലേ? നിങ്ങളെന്താ റേഷൻ പീടിയല്ല വന്നത്? സഞ്ചിയിലിട്ടിട്ട് അങ്ങ് എടുക്കാൻ ഇവിടെ അരിയും പച്ചക്കറിയും കൊടുക്കുന്നുണ്ടാ? പോകുന്നിടത്തെല്ലാം ഒരു സഞ്ചിയും കൊണ്ട് നടക്കുന്നേ. ഒരു സഞ്ചി എടുത്തതിന് ഇത്രയും വലിയ തെറ്റുണ്ടാ? ആ തെറ്റുണ്ട്. എന്നാ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും വേണോ? അല്ല, ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചതാ. ഏയ് ഒന്നും വേണ്ട ചേട്ടാ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിനോ? അതെ, ഇല്ല ഇല്ല, ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായില്ല. പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരെയും അറിയാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. ഇത് തുളസിയല്ലേ? ഇത് സൽമാനും. അത് അമ്മിണി, മറ്റേത് ഇക്രു. അല്ലട ചെറുക്ക, നീ ഇതിന്റെ ഇടയ്ക്ക് എന്നെ കാണുന്നില്ലേ? എന്റെ പേര് മാത്രം നീ പറഞ്ഞിട്ടില്ലല്ലോ. അതെന്താ, നിനക്ക് എന്നെ മനസ്സിലാക്കില്ലേ? അത് പിന്നെ ഇവര് അത് നീ എന്താ ആ ഇ ഊന്ന് പറഞ്ഞു കളിക്കുന്ന? അതല്ല, ഇവരൊക്കെ ഒരേ സ്കൂളിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ സ്കൂളിൽ വെച്ചുള്ള പരിചയമാണോ? അതെ. അതെങ്ങനെ? ചേട്ടനെ ഞങ്ങൾ എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. എന്നെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാകില്ല, പക്ഷേ എന്റെ അനുജനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആരെ? ചേട്ടൻ ഇതാരെ കൊണ്ടാ പറയുന്നത്? ടോണിയെ കൊണ്ട്. നമ്മളെ തോണിയെ കൊണ്ടാ? തോണിയല്ല, ടോണി. അപ്പോൾ നിങ്ങൾ ടോണിയുടെ ചേട്ടനാണോ? അതെ, ഞാൻ ടോണിയുടെ ചേട്ടനാണ്. അല്ലട ചേർക്ക, അപ്പോൾ നീ ആ തോണിയെ കൂട്ടാനാണ് ഇവിടെ വന്നത്? തോണിയല്ല, ടോണി. അവൻ തന്നെ. അവനെ കൂട്ടാതെയാണോ നീ വന്നത്? അവനുമുണ്ട് ഇവിടെ. അവനുമുണ്ടാ? ഇതിപ്പോ സ്കൂളിലത്തെ എല്ലാ കുട്ടികളും ഇവിടെയും എത്തിക്കല്ലോ. അല്ല, നിങ്ങൾ എന്നാ ഏന്റി കളിക്കുന്നത്? അതല്ലടാ, സ്കൂളിലത്തെ കുട്ടികളെല്ലാം എത്തിക്ക്. അതുപോലെ തന്നെ സ്കൂളിലത്തെ കസാരയും ബെഞ്ചൊക്കെ എത്തിക്കൊന്ന് നോക്കിയതാ ഞാൻ. അങ്ങനെ എത്തിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖേനും ഇവിടുന്ന് ഇങ്ങനെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചോണ്ട് പഠിക്കാല. എന്റെ ഏന്റി, നിങ്ങൾ ഇങ്ങനെ ഓരോരോ മണ്ടത്തരങ്ങൾ പറയല്ല. എവിടുന്ന് വന്നു ഈ പെണ്ണുങ്ങള്? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തന്നെ. എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാ വന്നത്. പക്ഷേ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് ആരും ഉറപ്പിക്കണ്ട. ആ ചേട്ടൻ എന്തോ അർത്ഥം വെച്ച് പറയുന്നത് പോലെയുണ്ടോ? എനിക്ക് പേടിയുമില്ല. അവരറിയണം ഈ സ്റ്റെല്ല ആരാണെന്ന്. അവർ നമ്മളെ തന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ അവരോട് എന്തെങ്കിലും ചോദിക്കേ. എന്ത് ചോദിക്കാൻ? എന്തെങ്കിലും ചോദിക്കേ. ഞാൻ ചോദിക്കില്ല, നീ തന്നെ ചോദിച്ചോ. ഞാനും ചോദിക്കില്ല. ഞാനും ചോദിക്കില്ല. ഞാൻ തീരെ ചോദിക്കില്ല. അല്ല, ശരിക്കും ഇവിടെ എന്നാ പ്രശ്നം? അത് ആരും ചോദിക്കുന്നില്ല, അത് തന്നെ പ്രശ്നം. എന്നാ നിങ്ങൾക്ക് ചോദിച്ചിട്ട് വേണ്ടത്? മാറി നിൽക്ക്, ഞാൻ ചോദിച്ചിട്ട് വാങ്ങിത്തരാം. എന്ത്? എന്നാ നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെ. ഓ എന്റെ കുഞ്ഞാമിത്ത, ഞങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല. അവിടെ ആ സ്റ്റെല്ലയും അവരുടെ ഫ്രണ്ട് താരയും നിൽക്കുന്നുണ്ട്. അവരോട് എന്തെങ്കിലും ചോദിക്കുവാൻ വേണ്ടി പറഞ്ഞതാ. ഓ അതാണോ? അത് ഞാൻ ചോദിക്കാം, നിങ്ങൾ മാറി നിൽക്ക്. ഹായ് ചൊറിത്തവളെ. ഈ പെണ്ണുങ്ങൾ പിന്നെയും എന്നെ ചൊറിത്തവളാന്ന് വിളിച്ചു. നീ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജ്യൂസ് കൊണ്ടുവാ. നിന്റോട് ആ പെണ്ണുങ്ങൾ ജ്യൂസ് കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി കൊടുക്കുവാനോ? ഇവൾക്കെന്താ ചെവി കേൾക്കില്ലേ? ഈ ചൊറിത്തവളെ, നിന്റോടാ ഞാൻ പറയുന്നത്. ആ പെണ്ണുങ്ങൾ ബായ് പൂട്ടുന്നില്ലല്ലോ. ഇവരെ ഞാൻ മിക്കവാറും കൊല്ലൂന്നാ തോന്നുന്നത്. ഡേ ചൊറിത്തവളെ, നിനക്ക് ചെവിയും കേൾക്കുന്നില്ലേ? ചെവി കേൾക്കാത്തൊരു ചൊറിത്തവള. ഈ പെണ്ണുങ്ങൾ ചൊറുത്തവള ചൊറുത്തവളാന്ന് വിളിച്ചിട്ട് എല്ലാവരും ഇപ്പോൾ എന്നെ കളിയാക്കുവാൻ തുടങ്ങും. ഈ പെണ്ണുങ്ങൾ വായ് പൂട്ടുന്നില്ല. ഇപ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങും. നമുക്ക് വേഗം ഇവിടെ നിന്നും പോയാലോ? അങ്ങനെ പോയാൽ അവർ വിചാരിക്കും നമ്മൾ പേടിച്ചിട്ട് പോയതാണെന്ന്. പിന്നെ എന്താ ചെയ്യാ? നീ കേൾക്കുന്നില്ല അവർ എന്നെ ചൊറുത്തവള ചൊറുത്തവളാന്ന് വിളിക്കുന്നത്? അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവർക്ക് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം. അവർ എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യണ്ട.
നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ആ പെണ്ണുങ്ങൾ എന്നെയാണ് ചൊർത്തവള ചൊർത്തവളെന്ന് വിളിക്കുന്നത്. ഡീ ചൊർത്തവളെ, അതാ പിന്നെയും വിളിക്കുന്നു. ഈ നിന്നോട് ഞാൻ എത്ര തവണയായി പറയുന്നേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ശരിക്കും നിനക്ക് ചെവി കേൾക്കുന്നില്ലേ? ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ല? നിന്നോട് പോയിട്ട് ഞങ്ങൾക്ക് ജ്യൂസ് കൊണ്ടുവരാനാ പറഞ്ഞത്. ഞാൻ ജ്യൂസ് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളുടെ വേലക്കാരിയാണോ? അത് ശരി, ഈ വേലക്കാരിക്ക് മാത്രമേ ജ്യൂസ് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിക്കോ? നീ പോയിട്ട് ഒരു ജ്യൂസ് കൊണ്ടുവാടി. ഈ പെണ്ണുങ്ങളെ ഞാനിപ്പോൾ കൊല്ലും. എന്റെ കുഞ്ഞാവിത്ത, നിങ്ങൾ കലക്കി. അതെന്നെ ആന്റി, എല്ലാരും ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇപ്പോൾ എനിക്ക് കുറച്ച് എനർജി വന്ന്. ഹലോ മാഡം, സ്റ്റെല്ല മാഡം, താര മാഡം. അതാ അടുത്ത സാധനം വന്ന്. എന്താ മാഡം ഒന്നും അനങ്ങാത്തത്? നിനക്ക് എന്താടാ വേണ്ടത്? അത് ഇങ്ങ് വാ, ഞാൻ പറഞ്ഞു തരാം. അങ്ങ് വരാനോ? ആ ഇങ്ങ് വരാൻ തന്നെ. ഇവിടെ വാ. ഒന്ന് പോടാ ചെറുക്ക, നീ വിളിക്കുമ്പോൾ വരാൻ ഞാനെന്താ നിന്റെ വേലക്കാരിയാ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. അത് ഞാൻ ഉറക്കെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. എല്ലാവരും കേൾക്കുമെന്നോ? അതിന് മാത്രം എന്ത് കാര്യമായിരിക്കും അവന് പറയാനുണ്ടാവുക? ചെല്ല മാഡം, ഞാനത് ഉറക്കെ പറയട്ടെ. പിന്നെ എല്ലാവരും അറിഞ്ഞാൽ അവസാനം എന്നെ കുറ്റം പറയണ്ട. അവൻ എന്നാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും അറിഞ്ഞാൽ മോശമാണെന്ന് അവൻ പറയുന്നത്. അതിന് മാത്രം എന്നാ അവനിക്ക് പറയാനുള്ളത്? എനിക്കറിയില്ല. എന്തായാലും അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. എന്തെങ്കിലും നാണം കെടുന്ന കേസാണെങ്കിൽ നാട്ടുകാർ മുഴുവനും അറിയും. ഹേ സ്റ്റെല്ല മാഡം, ഞാനെന്നാൽ പറയട്ടെ. വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. അവരിങ്ങോട്ട് വരുമെന്ന്. എന്ത് കാര്യമാ നിനക്ക് അവരോട് പറയാനുള്ളത്? ഒരു കാര്യവുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. നേരാണോ? അവരെ ഒന്ന് കളിപ്പിക്കുവാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. അവര് വരുന്നുണ്ട്. പറ, നിനക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത്? അതില്ല സ്റ്റെല്ല മാഡം. വേഗം പറ. ഇവിടെയുള്ള ഐസ്ക്രീമിന് ഒരു ടേസ്റ്റും ഇല്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഇത് തന്നെയാ കാര്യം. ഇവിടെയുള്ള ഐസ്ക്രീമിന് തീരെ ടേസ്റ്റ് ഇല്ല. എന്ത്? ഇത് പറയാനാണ് നീ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? പിന്നെ ഇത് പറയണ്ടേ? നിനക്ക് ഈ സ്റ്റെല്ല ആരാണെന്ന് അറിയില്ല. ഇവിടുത്തെ റോസിന്റെ മകള് തന്നെയല്ലേ? പക്ഷേ ആ ചൊറിത്തവൾ ആരെ മകളാണെന്ന് എനിക്കറിയില്ല. പെണ്ണുങ്ങളെ, നിങ്ങൾ കുറെ പ്രാവശ്യമായി എന്നെ ചൊറിത്തവളെന്ന് വിളിക്കുന്നു. അതിന് വല്ല തെറ്റുമുണ്ടാ? നീ കണ്ണാടിയിലൊന്ന് നോക്കി നോക്ക്. നിന്റെ മുഖം കാണുമ്പോൾ ശരിക്കും തവളയെ പോലെ തന്നെയുണ്ട്. ഇത് എന്റെ വീട്ടിലത്തെ ഫംഗ്ഷൻ ആണ്. അതിന് ഞങ്ങൾ എന്ത് വേണോ? എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതിന് നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുന്നില്ല. ഈ ഐസ്ക്രീം കഴിച്ചിട്ട് പോട്. ഇത് കഴിക്കുവാനോ? നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി ഞാൻ കഴിക്കണമെന്നോ? ഞാനാരാ നിങ്ങളുടെ എച്ചിൽ കഴിക്കുവാൻ? എന്റെ വീട്ടിലത്തെ ഫംഗ്ഷൻ ആണിത്. അതെന്തിനാ നീ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞോണ്ട് നിൽക്കുന്നത്? നീ ഇത് കഴിക്കു പെണ്ണേ. ബാക്കി ആ ചൊറുത്തവിളക്കം കൊടുക്ക്. ഹേയ്, നിങ്ങൾ നോക്കിക്കോ, ഇതിന് ഞാൻ നിങ്ങളോട് പകരം വീട്ടിയിരിക്കും. സ്റ്റെല്ല മാഡം, കുഞ്ഞാമിത്ത തരുന്ന ആ ഐസ്ക്രീം അങ്ങ് കഴിച്ചോ. താരേ നടക്ക്. ഈ താരക്ക് മാത്രമല്ല, നമുക്ക് നടക്കുന്നതൊക്കെ അറിയാം. ഈ ലോക്കൽസിന്റോട് നമ്മൾ എന്തിനു സംസാരിക്കണം? നീ നടക്ക്. കുഞ്ഞാമിത്ത പൊളിച്ച്.